എന്തൊരു ചൂടായത്, എന്നാ കാലാവസ്ഥ. ദാഹിച്ചിട്ടാണെങ്കിൽ രക്ഷയില്ല. ഇച്ചിരി വെള്ളം കുടിക്കാൻ തന്നെ മാറും. ചേട്ടാ ചേട്ടാ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാം. ബ്രോ എങ്ങനെയുണ്ട് ചൂടൊക്കെ? എൻ്റെ പൊന്നോ, എന്നാ ചൂടാ എൻ്റെ ബ്രോ. എന്ത് കാലാവസ്ഥയത്, സഹിക്കാൻ പറ്റുന്നില്ല. വേർത്തങ്ങ് ഒലിക്കുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പറമ്പിലോട്ടൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എന്നാ തണുപ്പായിരുന്നു. ഇഷ്ടം പോലെ മരങ്ങൾ, അതിൻ്റെ അകത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുളിർന്നു പോകും. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു രക്ഷയില്ല, പറ്റില്ല. ചൂടായി ഭയങ്കര വേർത്ത് ആവി, ഒരു രക്ഷയില്ല. രാവിലെ പണിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? നേരം വെളുത്താൽ തുടങ്ങും ചൂട്. പിന്നെ ഇരുട്ടണം ഒന്ന് കുറയണമെങ്കിൽ. ഇക്കണക്കാണെങ്കിൽ ഒരു 15 വർഷത്തിനകം ഇവിടെ മുഴുവൻ മരുഭൂമിയാവും. ഇതിലും ഭേദം മരുഭൂമി കിടന്ന് പണിയെടുക്കുന്നു. മരുഭൂമിയോ? എങ്ങനെ ബ്രോ മരുഭൂമി ആണ്ടിരിക്കണേ? ആരെങ്കിലും വല്ല മരം നട്ടുപിടിപ്പിക്കുന്നുണ്ടോ? ഉള്ള മരമൊക്കെ വെട്ടി നശിപ്പിച്ച് കൊടുക്കുക. പിന്നെ എങ്ങനെ വരാണ്ടിരിക്കും? അനുഭവിക്കുക, അത്ര തന്നെ. ആരോട് പറയാനാ, ആര് കേൾക്കാനാ ഇതൊക്കെ? അതേന്നെ, ആരും മരങ്ങളൊന്നും നട്ടുപിടിപ്പിക്കില്ല. ഇതൊക്കെ വെട്ടി നശിപ്പിക്കാനാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കും. ഗ്ലോബൽ വാർമിംഗ് ആയി, ഓസോൺ പാളി വിള്ളലായി, പിന്നെ വണ്ടിയുടെ പുക. പണ്ടൊന്നും ഇത്ര വണ്ടിയില്ലല്ലോ. ഇപ്പോൾ ഒത്തിരി വണ്ടികൾ വന്നതിന് ശേഷം മുഴുവൻ പൊടിയും പുകയായിട്ട് അന്തരീക്ഷം മുഴുവൻ മലിനമായിട്ടിരിക്കുക. ആട്ടെ, എന്താ ബ്രോഡ് വർക്ക് എന്താ? ഞാൻ AC ടെക്നീഷ്യനാണ്. ഇപ്പം നിങ്ങളുടെ സമയമല്ലേ. ഇപ്പം എല്ലാ വീട്ടിലും AC ഉണ്ട്. ഇപ്പം ചെറിയ വീടായാലും വലിയ വീടായാലും പിന്നെ ഫ്ലാറ്റുകളായാലും വില്ലകളായാലും ഏത് സ്ഥാപനമായാലും എല്ലായിടത്തും AC. അപ്പം നിങ്ങൾക്ക് കുറേ കാശൊക്കെ വരാം. എൻ്റെ പൊന്നോ, കാശ് വരാനൊന്നുമില്ല. പിന്നെ ബ്രോ പറഞ്ഞ നേരാണ്, കുറച്ച് വർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ താഴത്തെ വീട്ടിലൊരു വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പം ഭയങ്കര ഉഷ്ണം. അപ്പോഴാണ് ഭാഗ്യത്തിന് ബ്രോയെ കണ്ടത്. ബ്രോ പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ യുവാക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളത്. നമ്മളൊരു സംഘടനയായിട്ട് രൂപീകരിച്ചിട്ട് കുറച്ച് മരങ്ങളോ ഒക്കെ നട്ടുപിടിപ്പിക്കുക, പിന്നെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ ആവിഷ്കരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ബ്രോ. അത് നമുക്കല്ല പ്രശ്നം, വരും തലമുറയ്ക്കാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. ഇപ്പം ജനിച്ചു വീഴുന്ന പിള്ളേർ ഈ ചൂടിലോട്ടാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്കൊക്കെ ചെറുപ്പത്തിലെങ്കിലും കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. അല്ല ആട്ടെ, ബ്രോയുടെ ജോലി എന്തായിരുന്നു? ഞാൻ അച്ഛൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അച്ഛൻ എന്താ ജോലി? അപ്പോൾ അച്ഛന് ഇവിടുത്തെ തടി കോൺട്രാക്ടറാണ്. അപ്പോൾ ഈ മരങ്ങളൊക്കെ ഞങ്ങളാണ് കോൺട്രാക്ട് എടുത്തേക്കുന്നത്. അപ്പം ഇത് വെട്ടാനിപ്പോൾ ആൾക്കാർ വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ലിസ്റ്റാണത്.